ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനം കേൾക്കുവാനായി കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപരമായ നാമത്തിൽ എൻ്റെ വന്ദനം. ദൈവവചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവവചനം നമ്മുടെ പാതയ്ക്ക് ദീപമാണ്. ദൈവവചനം നമ്മളുടെ ആകമാനമുള്ള വ്യക്തിജീവിതത്തെ രൂപാന്തരപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അത് നമ്മളുടെ ചിന്താഗതികൾ മാറ്റും, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് മാറ്റും, നമ്മളുടെ ജീവിതത്തോടുള്ള സമീപനം മാറ്റും, നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം മാറ്റും, നമ്മളുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കും. ആ ദൈവവചനം കേൾക്കുവാനായി നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുകയാണ്. ആ ദൈവവചനം കേൾക്കുവാനായി കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും ഒരു പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. എൻ്റെ ദൈവമേ, നിൻ്റെ വചനം ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് രൂപാന്തരം തരണമേ. നീ എൻ്റെ ജീവിതത്തോട് ഇടപെടണമേ. എൻ്റെ പഴയകാലത്തെ ജീവിതത്തിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം എന്നെ നീ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവവചനം കേൾക്കുവാനായി ചേർന്നിരിക്കാം. തിരുവചനത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ വിശ്വാസവീരന്മാരുടെ ചരിത്രവും നിത്യനായ ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് വളരെ സാധാരണ ജീവിതത്തിൽ നിന്ന് ഉയർന്നു വന്ന് അസാധാരണമായ പല കാര്യങ്ങളും ചെയ്ത വീരന്മാരുടെ ചരിത്രമാണ് നാം വേദപുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നോക്കുമ്പോൾ കാണുന്നത്. ഓരോ വിശുദ്ധന്മാരും ഓരോരുത്തരെയും നാം നോക്കുമ്പോൾ അവർ സാധാരണതയിൽ നിന്ന് ഉയർന്നു വന്നവരാണ്. അവർക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. അവർ ലോകപ്രകാരം നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും മേന്മയെന്ന് പറയുവാനായിട്ട് ഒന്നുമില്ലായിരുന്നു. പക്ഷേ സാധാരണയിൽ നിന്ന് ഉയർന്നു വന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവർ വീരന്മാരായി തീർന്ന കഥകളാണ് നാം വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നത്. അങ്ങനെ ഒരാളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ ഒരാളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഗിദെയോൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനെ, സാധാരണക്കാരനായ ഒരാളെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം നാം നോക്കുമ്പോൾ അത് ഒരു പരാജയത്തിൻ്റെയും അല്ലെങ്കിൽ അതൊരു ഡിഫീറ്റ്സിൻ്റെയും ഫെയിലിയേഴ്സിൻ്റെയും ഡിസ്ട്രസിൻ്റെയും എല്ലാം പുസ്തകമായി നമുക്ക് ചിലപ്പോൾ തോന്നിയിരിക്കാം. പരാജയങ്ങളുടെ പുസ്തകം, മനുഷ്യൻ്റെ പരാജയങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പുസ്തകമായി ന്യായാധിപന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് തോന്നാം അത് വായിക്കുമ്പോൾ. പക്ഷേ വളരെയധികം ആത്മീയ പാഠങ്ങൾ നമുക്ക് തരുന്ന ഒരു പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവജനം യഹോവയായ ദൈവത്തെ വിട്ട് ബാലിൻ്റെ പ്രവാചകന്മാരെയും പ്രതിഷ്ഠകളെയും എല്ലാം സേവിച്ചുകൊണ്ട് യഹോവയായ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി പിന്നിലേക്ക് പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന അതിക്രമങ്ങളും അവരുടെ ജീവിതത്തിൽ വന്ന അനർത്ഥങ്ങളും അവർ ശത്രുവിൻ്റെ മുമ്പിൽ തോറ്റുപോയതിനെല്ലാമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവജനം തിരിച്ചു വന്ന് അവർ പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം കരുണ ചെയ്ത് അവരെ വീണ്ടും സന്ദർശിക്കുന്ന ഒരു ചരിത്രമാണ് നാം ഇവിടെ 6-ാം അധ്യായത്തിൽ കാണുന്നത്. ദൈവജനം പിന്നോട്ട് പോയി, അവർ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി, ദൈവത്തിൻ്റെ ആ വഴിയിൽ നിന്ന് മാറി പിന്നോട്ട് പോയി ആ പ്രതിഷ്ഠകളെയെല്ലാം വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ട് പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വന്നു, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു. പക്ഷേ വീണ്ടും അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, വീണ്ടും അവർ തിരിച്ചു വന്നപ്പോൾ, അവർ വീണ്ടും അവരുടെ വഴിയിൽ നിന്ന് മാറി വീണ്ടും തിരിച്ചു വന്നപ്പോൾ ദൈവം അവരെ കടാക്ഷിക്കുകയും ദൈവം അവരെ സന്ദർശിക്കുകയും വീണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുകയും അവരുടെ ശത്രുക്കളെ തോൽപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് ഈ 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇവിടെ നാം കാണുന്നത് ഗിദെയോനെ പറ്റിയുള്ള ഒരു വിവരണമാണ്. അതിൻ്റെ 11-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ നാം കാണുന്നത് ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവജനം പാപത്തിൽ നിന്ന് മാറി വീണ്ടും ദൈവത്തെങ്കിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം സന്ദർശിക്കുന്നു.
പ്രിയമുള്ളവരെ, നമ്മുടെ പാപ വഴികൾ നാം വിട്ട് നാം ഏതിൽ വീണിരിക്കുന്നു എന്നറിഞ്ഞ് ആ പഴയ പ്രവൃത്തികളെയെല്ലാം മാറ്റി പുതിയ മനുഷ്യൻ്റെ പ്രതിമപ്രകാരം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രതിമപ്രകാരം ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ തക്കവണ്ണം നാം തീരുമാനമെടുക്കുമ്പോൾ ദൈവം വീണ്ടും നമ്മെ സന്ദർശിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ നാം പിറകിലേക്ക് പോയി എങ്കിൽ തന്നെയും, നാം പാപത്തിൻ്റെ വഴികളിലേക്ക് വീണ്ടും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയെങ്കിലും അതിൽ നിന്നെല്ലാം മാറി വീണ്ടും ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം നാം തീരുമാനമെടുക്കുമ്പോൾ ദൈവം നമ്മെ സന്ദർശിക്കും. ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ദൈവത്തിൻ്റെ വഴികളെ വിട്ട് പാപത്തിൻ്റെ വഴികളിലേക്ക് തിരിഞ്ഞു പോയെങ്കിൽ, അതെല്ലാം മറന്ന് ആ വഴികളെല്ലാം വിട്ട് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ ദൈവം നമ്മെ സന്ദർശിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായി നമ്മോട് ഏറ്റവും അടുത്ത് അവൻ ഇരിക്കുകയാണ്. ഇന്നവൻ നമ്മോട് വിശ്വസ്തനും നീതിമാനുമായി ഇരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ നാം വിളിച്ചപേക്ഷിച്ച് നമ്മുടെ പാപ വഴികളെ വിട്ട് നാം മാറുമ്പോൾ ദൈവ മക്കളെ ദൈവം എഴുന്നേൽപ്പിക്കുകയും ദൈവജനത്തെ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ദൈവമക്കളെ അവൻ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ ഒരാളെയാണ് ഗിദെയോൻ എന്ന ആ ദൈവപുരുഷനെ ദൈവം എഴുന്നേൽപ്പിച്ചത്. നാം ഇവിടെ വായിക്കുന്നത് 11-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഓഫ്രയിൽ അബീയേസ്രനായ യോവാശിന്റെ കരുവേലകത്തിൻ കീഴെയിരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാനിയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. സ്തോത്രം. ഗിദെയോനെ കുറിച്ച് വലിയ വിവരണങ്ങളൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഗിദെയോൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അവിടെ വലിയ വിവരണങ്ങളൊന്നുമില്ല. ഗിദെയോനെക്കുറിച്ച് 1-2 വാക്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്. ആരുടെ മകനായിരുന്നു എന്ന് മാത്രം. അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, ഗിദെയോൻ വാസ് ചോസൺ ബൈ ഗോഡ്. ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തു. യാതൊരു അഡ്രസ്സും ഇല്ലാതിരുന്ന്, യാതൊരു ഭൂതകാലത്ത് യാതൊന്നും പേരെടുത്ത് പറയുവാനൊന്നുമില്ലാതിരുന്ന ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, നിത്യനായ ദൈവം നമ്മെയും തിരഞ്ഞെടുത്തത് അങ്ങനെയാണ്. അവൻ്റെ യുഗപരിപാടിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മെ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്ത നിത്യനായ ദൈവം നമ്മെ അവൻ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. തിരഞ്ഞെടുത്തു എന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. ഉലകസ്ഥാപനത്തിന് മുമ്പേ ഉളവായ ഒരൻപാൽ നമ്മെ അവൻ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഒരു വലിയ എഴുത്തുകാരനായ ദൈവ പുരുഷനായ C.S. ലൂയിസ് ഒരിക്കൽ പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് വിത്ത് ഓൺലി വൺ വേർഡ്. ക്രിസ്തീയത്വം എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കിൽ അത് ക്രോഡീകരിക്കാം. ഗ്രേസ്, കൃപ എന്ന ഒരൊറ്റ വാക്കിൽ. ക്രിസ്ത്യാനിറ്റി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് വിത്ത് ഓൺലി വൺ വേർഡ്, ദാറ്റ് ഇസ് ഗ്രേസ്. കൃപ, കൃപ, കൃപ ഒന്ന് മാത്രം. അമേസിങ് ഗ്രേസ്. നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത്, ഒരു യോഗ്യതയോ എന്തെങ്കിലും മേന്മ പറയാനില്ലാത്ത സ്ഥാനത്ത് നമ്മേക്കാൾ നല്ലവരായി അനേകർ ഈ ലോകത്തിലുണ്ടായിരുന്നപ്പോൾ, നമ്മേക്കാൾ നല്ല സ്വഭാവമുള്ളവരും നമ്മേക്കാൾ നല്ല മേന്മയുള്ളവരുമായി പലരും ഉണ്ടായിരുന്നപ്പോൾ, എന്നെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം, എന്നെ കണ്ടെടുക്കുവാൻ തക്കവണ്ണം, എന്നെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ആ പിതാവിന് ഇഷ്ടം തോന്നി. നിത്യനായ ദൈവത്തിന് എന്നോട് കരുണ തോന്നി. പ്രിയമുള്ളവരെ, നാം അത് മനസ്സിലാക്കുമ്പോൾ, നാം നമ്മളുടെ വിളിയെ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കുമ്പോൾ നമുക്കൊരു കാര്യം മാത്രം ചിന്തിക്കാം. ഇനി ഞാൻ എൻ്റെ പഴയ ജീവിതത്തോട് യാത്ര പറഞ്ഞ് ഞാനൊരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. എനിക്ക് അർഹതയില്ലാത്ത ആ സ്ഥാനത്ത് നിന്ന് എന്നെ അവൻ തിരഞ്ഞെടുത്തപ്പോൾ, എന്നെ അവൻ്റെ വിശുദ്ധനായി തീരുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം എന്നെ നിത്യനായ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ, നാം നമ്മളുടെ അവസ്ഥ അറിഞ്ഞ് നാം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഇതുവരെ വന്ന ജീവിതം മതിയാക്കിയിട്ട് പുതിയൊരു ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനായി നമ്മൾ തീരുമാനമെടുത്ത് നാം മുന്നോട്ട് പോകും. ഗിദെയോൻ വാസ് ചോസൺ ബൈ ഗോഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. നമ്മെ മുൻ നിയമിച്ചുമിരിക്കുന്നു. അതുപോലെ വീണ്ടും 32-ാം വാക്യം, 8-ാം അധ്യായത്തിൻ്റെ 32-ാം
22 വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തു. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ അവൻ തിരഞ്ഞെടുത്തു. അവിടെ കോരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. 1 കോരിന്ത്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ ആദ്യ ഭാഗത്ത് നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ എന്ന് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു, ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ, നദിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധരായി അവൻ്റെ സന്നിധി നിൽക്കുവാൻ തക്കവണ്ണം. പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം ചെയ്യുക. പിന്നിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞ് ആ മുമ്പിലുള്ളതിലേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക. എല്ലാം പുറകിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് ആ മുമ്പിലേക്കുള്ള ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടിയിട്ട് നാം നമ്മുടെ കിരീടം പ്രാപിക്കുവാൻ വേണ്ടി, ആ കിരീടം പ്രാപിക്കുവാൻ വേണ്ടി നാം മുന്നോട്ട് ഓടുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മെ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് ഗിദെയോനെ ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവത്തിന് ഇഷ്ടം തോന്നിയത്? നാം അവിടെ കാണുന്നുണ്ട്, ഗിദെയോൻ മിദ്യാനരെ ഭയപ്പെട്ട് മുന്തിരിച്ചക്കിനരികെ നിന്ന് കോതമ്പ് കച്ച അവൻ മെതിക്കുകയായിരുന്നു. മിദ്യാനരെ ഭയപ്പെട്ട് അവൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് യഹോവയായ ദൈവത്തിൻ്റെ വിളി അവന് കിട്ടിയത്. യഹോവയായ ദൈവത്തിൻ്റെ വിളി അവന് കിട്ടി. എന്താണ് നമ്മുടെ വായിക്കുന്നത്? 22 വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവൻ യഹോവയുടെ ദൂതനെന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് ഗിദെയോൻ പറഞ്ഞു. ഒന്നാമത്തത്, ഇറ്റ് വാസ് എ പേഴ്സണൽ കോൾ. അതൊരു വ്യക്തിപരമായ വിളിയായിരുന്നു. ഇറ്റ് വാസ് എ പേഴ്സണൽ കോൾ. ഗിദെയോൻ്റെ തെരഞ്ഞെടുപ്പ്, ഗിദെയോനെ വിളിച്ചത് ഒരു പേഴ്സണലായ വ്യക്തിപരമായ ഒരു വിളി. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ തിരിച്ചറിയണം. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി എൻ്റെ അപ്പൻ വിശ്വാസി ആയതുകൊണ്ടോ, എൻ്റെ അമ്മ വിശ്വാസി ആയതുകൊണ്ടോ, എൻ്റെ സഹോദരങ്ങൾ വിശ്വാസി ആയതുകൊണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ചാർച്ചക്കാരോ എൻ്റെ സ്നേഹിതരോ വിശ്വാസികളായതുകൊണ്ടോ അല്ല, ഞാൻ വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ തേനിലും തേൻകട്ടയിലും മാധുര്യവാനായി അറിയുവാൻ തക്കവണ്ണമുള്ള തീരുമാനമെടുത്താൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വിളി ലഭിക്കുകയുള്ളൂ. ഗിദെയോന് ദൈവത്തിൻ്റെ പേഴ്സണൽ കോൾ കിട്ടി. അവൻ ദൈവത്തിൻ്റെ ദൂതനെ അവൻ കണ്ടു എന്ന് അവന് മനസ്സിലായി. അവന് സംശയം ഒന്നും തോന്നിയില്ല. ആ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ യഹോവയുടെ ദൂതനെന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് അവൻ പറഞ്ഞു. വ്യക്തിപരമായ വിളി. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ഒരു കാര്യം ചോദിക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? വ്യക്തിപരമായി നിങ്ങൾ യേശുക്രിസ്തുവുമായി ഒരു എൻകൗണ്ടർ നടത്തിയിട്ടുണ്ടോ? വ്യക്തിപരമായി നിങ്ങൾ യേശുക്രിസ്തുവുമായി ഒരു ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് അന്ന് ആ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അവൻ കണ്ടു. ആ വ്യക്തിപരമായി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ജീവിതത്തിൽ വലിയ സമൂലമായ അവിടെ ഒരു രൂപാന്തരമാണ് അവിടെ ഉണ്ടായത്. അവിടെ ആ വ്യക്തി ജീവിതത്തിൽ അവൻ്റെ വ്യക്തി ജീവിതം അവിടെ ആകമാനം മാറുന്ന ഒരു സമൂലമായ രൂപാന്തരം അവൻ്റെ ജീവിതത്തിൽ വന്നു. അവൻ എങ്ങോട്ട് എന്തിനു വേണ്ടി പോയോ അതിൽ നിന്ന് റൈറ്റ് അബൌട്ട് ടേൺ തിരിഞ്ഞ് അതിൽ നിന്ന് മുഴുവനായി ഒരു രൂപാന്തരമുള്ള ജീവിതം അവന് പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി യൂറോപ്പിലുടനീളം ഓടി നടന്ന് അവൻ സഭകളെ സ്ഥാപിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നല്ല ഭടനായി അവൻ പ്രവർത്തിക്കുവാനായി തീരുമാനമെടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായി ഒന്ന് ബന്ധപ്പെട്ട് യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ നടത്തിയിട്ട് യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞിട്ട് എല്ലാറ്റിലും വലുത് എൻ്റെ യേശുവാണ്,
ഈ ലോകത്തിൽ എനിക്ക് പലതും ഉണ്ടെന്നിരിക്കാം. എനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടെന്നിരിക്കാം, എനിക്ക് പൈസ ഉണ്ടെന്നിരിക്കാം, സമ്പത്തുണ്ടെന്നിരിക്കാം, നല്ല വീടുണ്ടെന്നിരിക്കാം, നല്ല ജോലി ഉണ്ടെന്നിരിക്കാം, അല്ലെങ്കിൽ വളരെ മറ്റുള്ളവരെന്നെ മാനിക്കുന്ന പലതും ഉണ്ടെന്നിരിക്കാം. പക്ഷേ എല്ലാറ്റിലും വലുത് എൻ്റെ യേശുവാണ് എന്ന് ആരെല്ലാം തീരുമാനിച്ച് ആ യേശുക്രിസ്തുവിനോട് ജീവിക്കുവാനായി ആരെല്ലാം തീരുമാനിച്ച് മുന്നോട്ട് വരുന്നുവോ അവനാണ് ആ യേശുക്രിസ്തുവിൻ്റെ വയലിൽ വേല ചെയ്യുവാനായി മുന്നോട്ട് വരുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വയലിൽ വേല ചെയ്യുവാനായി നാം ഓരോരുത്തരും തീരുമാനമെടുക്കുക. കർത്താവിനെ സ്തോത്രം, കർത്താവിനെ മഹത്വം. രണ്ടാമതായി നാം കാണുന്നത് ഇറ്റ് വാസ് എൻ എൻകറേജിങ് കോൾ. അവിടെ 12-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്. അതിൻ്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഇറ്റ് വാസ് എൻ എൻകറേജിങ് കോൾ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഇറ്റ് വാസ് എൻ എൻകറേജിങ് കോൾ. പ്രോത്സാഹനം നൽകുന്ന ഒരു വിളി. ഗിദെയോന് പ്രോത്സാഹനം നൽകുന്ന ഒരു വിളി. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ അവിടെ ആ കോരിന്തിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കോരിന്തിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ക്രിസ്തുയേശുവിൽ വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. വിശ്വാസികളോട് പറയുകയാണ്, ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുകയാണ്. അഭിസംബോധന ചെയ്യുന്നത് വിശ്വാസികളെ വിശുദ്ധന്മാരായിട്ടാണ്. ദൈവം അങ്ങനെയാണ് കാണുന്നത്. ശീമോൻ പത്രോസിനെ കർത്താവായ യേശുക്രിസ്തു കണ്ടപ്പോൾ അവനിലുള്ള പോസിബിലിറ്റീസാണ് കാണുന്നത്. അന്ന് അവനൊരു മുക്കുവനായിരുന്നു, പക്ഷേ അവനിലുള്ള പോസിബിലിറ്റീസാണ് കാണുന്നത്. അവനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. മീൻ പിടുത്തക്കാരനായ ശീമോനെ പാറ പോലെ ഉറപ്പുള്ളവനാക്കി അവനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളാണ് കർത്താവായ യേശുക്രിസ്തു അവനെ വിളിച്ചപ്പോൾ അവന് നൽകിയത്. അവനുള്ള പോസിബിലിറ്റീസ്. പ്രിയമുള്ളവരെ, പ്രോത്സാഹനം നൽകുന്നവനാണ്, എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. നിൻ്റെ ഇന്നത്തെ അവസ്ഥ നീ ഒന്നും ചിന്തിക്കേണ്ട. നിൻ്റെ ഇന്നത്തെ അവസ്ഥ നീ ചിന്തിച്ച് നീ നിരാശപ്പെട്ടിരിക്കേണ്ട. എനിക്ക് ഒന്നും പറയുവാനായിട്ട് കഴിവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് എനിക്ക് കഴിവില്ല, എനിക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് പലതും ഇല്ല. അങ്ങനെ ഒന്നും നീ ചിന്തിക്കേണ്ട. കർത്താവായ യേശുക്രിസ്തു നിന്നെ വിളിക്കുമ്പോൾ ഇതൊന്നുമല്ല നോക്കുന്നത്. നിൻ്റെ ഈ ലോകത്തിലെ എന്തെങ്കിലും മേന്മയോ അല്ലെങ്കിൽ മേന്മയില്ലാത്തതോ, നിൻ്റെ പരാജയങ്ങളോ നിന്റെ വിജയങ്ങളോ അല്ലെങ്കിൽ നിന്റെ ഡിഗ്രിയോ നിന്റെ പൈസയോ ഒന്നുമല്ല കർത്താവായ യേശുക്രിസ്തു നോക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു നോക്കുന്നത് നിന്റെ ഹൃദയവും നിന്റെ സമർപ്പണവും മാത്രമാണ് കർത്താവായ യേശുക്രിസ്തു നോക്കുന്നത്. നിന്റെ ജീവിതത്തിന് എന്താണ് പ്രോത്സാഹനം നൽകേണ്ടതെന്ന് നോക്കിക്കൊണ്ട് നിന്നെ അവൻ ആരായി വളർത്തുവാൻ തക്കവണ്ണം ദൈവം നിന്നിൽ എന്താണ് ആശ വയ്ക്കുന്നതാണ് ദൈവം നോക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നുണ്ട് ദൈവം എനിക്ക് ഓരോ വാഗ്ദത്തങ്ങൾ നൽകിയത്. ഏകദേശം 3.5 വർഷം മുമ്പ് ഞാനൊരു ഓപ്പറേഷന് വിധേയനായി. എൻ്റെ തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ശബ്ദമെല്ലാം മുഴുവനായി നശിച്ച് ഞാൻ ഏകദേശം 2-3 മാസക്കാലം ഞാൻ വിശ്രമത്തിലായിരുന്നപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ശബ്ദമെല്ലാം പോയി. എൻ്റെ പഴയ ആ ശബ്ദവും എൻ്റെ ആ വോയിസ് എല്ലാം ഇനി എനിക്ക് തിരിച്ചു കിട്ടുമോ എന്ന് എനിക്ക് നല്ല ഉറപ്പില്ലായിരുന്നു. എനിക്ക് സംശയമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കേട്ടിട്ടുണ്ട് ആ തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ ശബ്ദമൊന്നും കിട്ടുവാൻ സാധ്യതയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ചില സ്നേഹിതന്മാരോടും എൻ്റെ സഹോദരങ്ങളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി പഴയ ശബ്ദം കിട്ടുമോ എന്ന്, തിരിച്ചു കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ അന്ന് ഞാൻ പ്രയാസപ്പെട്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം ചില വാഗ്ദത്തങ്ങൾ നൽകി. ദൈവം എന്നോട് പറഞ്ഞു, മകനെ, ഇന്നും എൻ്റെ സ്നേഹിതൻ എന്നെ അത് ഓർപ്പിച്ചു. എന്നോട് പറഞ്ഞു, ഈ ലോകത്തിലെ 5 വൻകരകളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി പോകുവാനായി നിന്നെ ദൈവം കണ്ടിരിക്കുകയാണ് എന്ന് ദൈവം എന്നോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഈ ലോകത്തിലെ 5 വൻകരകളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതി സുവിശേഷവാഹകനായി പോകുവാനായി നിന്നെ ദൈവം കണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവായ യേശുക്രിസ്തു, വാക്ക് മാറാത്തവനായ കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും കണ്ടുകൊണ്ട് നിനക്ക് ഓരോ വാഗ്ദത്തങ്ങൾ നൽകുകയാണ്. ഇന്ന് നീ ഏതവസ്ഥയിലായിരുന്നാലും
ആ അവസ്ഥയെല്ലാം മാറിയിട്ട് യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനോടൊരു കാര്യം പറയുക, എൻ്റെ യേശുവേ, ഇനിയുള്ള കാലം ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് യേശുക്രിസ്തുവിനോട് ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തെ പൊന്നാക്കി തരും. നിൻ്റെ പരാജയങ്ങളെല്ലാം നിൻ്റെ വിജയങ്ങളാക്കി അവൻ മാറ്റിത്തരും. നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും അവൻ മാറ്റി അവൻ നിന്നെ ദേശത്തിൻ്റെ ഉന്നതികളിൽ മേൽ നടക്കുവാൻ തക്കവണ്ണം നിൻ്റെ കാലുകൾക്ക് അവൻ ബലം തരും. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് യേശുവിനോടൊരു കാര്യം മാത്രം പറയുക, എൻ്റെ യേശുവേ, ഇനി ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എൻ്റെ യേശുവേ, ഇനി ഞാൻ നിൻ്റെ സാക്ഷിയായി ജീവിക്കും. ആ ഗിദെയോനെ ശക്തിപ്പെടുത്തിയതുപോലെ, അല്ലയോ പരാക്രമശാലി എന്ന് വിളിച്ചതുപോലെ, അവൻ ഭീരുവായിരുന്നു, അവനെ സംശയാലുവായിരുന്നു, അവന് കഴിവില്ല എന്ന് അവന് തോന്നലുണ്ടായിരുന്നു. പക്ഷേ അവനെ പരാക്രമശാലി എന്ന് വിളിച്ച നിത്യനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അവൻ വിളിക്കുന്ന ഇപ്രകാരമാണ്, അല്ലയോ പരാക്രമശാലികളെ എന്നാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, നിൻ്റെ ബലഹീനതകളിലേക്ക്, നിൻ്റെ പരാജയങ്ങളിലേക്ക് നീ നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഞാൻ ഏറെ അനുഭവിച്ചവനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെല്ലാം കൊമ്പുകളിൽ പിടിച്ചുവോ, ഞാൻ ഏതെല്ലാം ആശ്രയസ്ഥാനങ്ങളിൽ ഞാൻ പിടിച്ചുവോ, ആ കൊമ്പുകളെല്ലാം ഒടിഞ്ഞു പോയപ്പോൾ നസ്രായനായ യേശുവിൻ്റെ ക്രൂശിൽ ഒടിയാത്ത കൊമ്പിൽ പിടിക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നു. പ്രിയമുള്ളവരെ, എന്തെല്ലാം വന്നാലും, ആരെല്ലാം മാറിയാലും, ആരെല്ലാം സംശയിച്ചാലും, ആരെല്ലാം വെറുത്താലും യേശുക്രിസ്തുവിനോട് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പോടുകൂടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം എന്നെ ശക്തീകരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും അവൻ ശക്തീകരിക്കുവാൻ ശക്തനാണ്, നമ്മെ ഓരോരുത്തരെയും നടത്തുവാൻ ശക്തനാണ്. ഇതുവരെയും നടത്തിയ കർത്താവായ യേശുക്രിസ്തു, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവൻ, വാക്കുമാറാത്തവനായ കർത്താവായ യേശുക്രിസ്തു, യൂദായുടെ സിംഹമായ കർത്താവായ യേശുക്രിസ്തു, ആരുടെയും മുമ്പിൽ തോറ്റുകൊടുത്തിട്ടില്ലാത്ത കർത്താവായ യേശുക്രിസ്തു, നമ്മയും തോൽക്കാത്തവരായി മുന്നോട്ട് നടത്തുവാൻ തക്കവണ്ണം ശക്തനായി നമ്മോട് കൂടെ അവനിൽ ഉണ്ട്. പ്രിയമുള്ളവരെ, ആ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹമുള്ള യേശുവേ, തന്ന വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളെ അവിടെ നടത്തണമേ, അവിടെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അവിടുത്തെ രൂപാന്തരപ്പെടുത്തണമേ, അവിടെ തിരഞ്ഞെടുത്ത് അവിടുത്തെ സാക്ഷികളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭാരങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ആവശ്യ ഭാരങ്ങളെ, ഞങ്ങളുടെ ചിന്താകുലങ്ങളെ, ഞങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് എല്ലാറ്റിലും പരിഹാരം തരണമേ. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിച്ച് അവിടുത്തെ രാജ്യത്തിന് അവകാശികളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തന്ന നന്മകൾക്കായി സ്തോത്രം, തന്ന കൃപകൾക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമീൻ.